റെഡ് റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അരേലിയ പ്ലാന്റിനെ കുറിച്ചാണ്. എല്ലാവർക്കും ഈസിയായിട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് ഈ അരേലിയ. ഇതിനെ നമുക്ക് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ പല രീതിയിലും നമ്മുടെ ഐഡിയയ്ക്കൊത്ത് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു ചെടി തന്നെ ധാരാളം, നമുക്ക് ഒത്തിരി ചെടികൾ ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉള്ള ഒരു അരേലിയ പ്ലാന്റിൻ്റെ ഒരു ചട്ടിയാണ്. നോക്കിക്കേ, അത്യാവശ്യം നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരു കമ്പ് കൊണ്ട് കുത്തി പിടിപ്പിച്ച ഒരു തൈയാണ്. അത് അത്യാവശ്യം ചെറിയൊരു ചട്ടിയിലാണ് നിൽക്കുന്നതെങ്കിലും നന്നായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൽ നിന്നും കുറച്ച് തൈകൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഇതിൻ്റെ ഓരോരോ ചെറിയ ചെറിയ സ്റ്റെമ്മുകൾ തന്നെ ധാരാളമാണ്. നമുക്ക് ഒരു ചെടി പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിക്കുക. അങ്ങനെ ഒരു കമ്പ് കുത്തി നട്ടിട്ട് പൊടിപ്പിച്ചെടുത്ത ഒരു തൈയാണ് ഇത്. അപ്പം ഞാനൊരു കവറിലോട്ടാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇതാ നോക്കിക്കേ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിനെ നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ വേറൊരു രീതിയിൽ നമുക്കിതിൻ്റെ വേര് പിടിപ്പിച്ചെടുക്കാം. നോക്കിക്കേ, ഇത് കണ്ടോ, ഇത് മണ്ണിലോട്ട് ഇതിൻ്റെ കമ്പിന് നമ്മൾ ശകലം ഒന്ന് താഴ്ത്തി വെച്ചിട്ട് ഒരു കല്ലോ എന്തെങ്കിലും വെയിറ്റുള്ള ഒരു സംഭവം എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചത്. ഇതേപോലെ ഞാനൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി ഒരു പരീക്ഷണാർത്ഥം നോക്കിയതാണ്, എങ്ങനെ നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി. പക്ഷേ അത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഇതൊരു നമുക്കൊരു പ്ലാന്റാക്കി ഈ ഒരു കമ്പിനെയും എടുക്കാം. എങ്ങനെ നട്ടാലും വേര് പിടിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ അരേലിയ. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കതിൻ്റെ ശ്രദ്ധിക്കണം. നമ്മൾ കമ്പ് കുത്തിയതിന് ശേഷം ഒരു കാരണവശാലും പിന്നെ വെയിലിലോട്ട് നമ്മൾ ചെടീനെ വെക്കാൻ പാടില്ല. അത് ഒരു 2 ആഴ്ചയെങ്കിലും തണലിലിരുന്ന് തന്നെ വേര് പിടിച്ചത് അതിന് മുളയൊക്കെ പുതുതായിട്ട് മുള വന്ന് കണ്ട് തുടങ്ങിയാൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 8-9 ദിവസമെങ്കിലും നമ്മൾ ഇതിനെ തണലിലോട്ട് വെച്ചാൽ മാത്രമേ ഈ ചെടീനെ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ നനവ് കൊടുക്കുന്നത് നമ്മൾ പോട്ടി മിക്സ് നോക്കിയിട്ട് നട്ട് കഴിഞ്ഞിട്ട് പോട്ടി മിക്സ് നോക്കിയിട്ട് നനവില്ലെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് പിടിച്ച് കഴിയുമ്പം വെയിലത്തോട്ട് വെക്കാവുന്നതാണ്. നോക്കിക്കേ, ഇതിന് അടിയിലോട്ട് കണ്ടോ റൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു പോട്ടിലോട്ട് നടാം. അത് നടുന്നത് ഒരു ഹോളൊക്കെ ഇട്ട ഒരു ചട്ടി എടുക്കുക. അതിലോട്ട് ഞാൻ കുറച്ച് ചരലുകൾ വാരിയിടുകയാണ്. അത് നമ്മുടെ വെള്ളം താഴോട്ട് പോകുന്നതിന് സഹായിക്കും. അതുകൊണ്ട് കുറച്ച് ചെറിയ ചെറിയ ഉരുളൻ കല്ലുകൾ ഇടുകയാണ്. ഇതിനെ ഞാൻ പോട്ടി മിക്സായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ചാണകപ്പൊടിയും അതേപോലെ മണ്ണുമാണ്. ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിൽ ചാണകപ്പൊടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിട്ടിട്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ് നട്ടു കൊടുക്കാം. അപ്പം ഇതിലോട്ട് ഞാൻ മണ്ണും ചാണകപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ചകിരിച്ചോറും ചേർത്ത് കൊടുക്കാം. ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എൻ്റെ കയ്യിലിപ്പം ചകിരിച്ചോറില്ല. അപ്പം ഞാനിതിൽ തന്നെയാണ് ചാണകപ്പൊടിയിലും മണ്ണിലുമാണ് നടുന്നത്. കമ്പ് കുത്തി നടുന്ന സമയത്ത് നമ്മൾ വെറും മണ്ണ് മാത്രം എടുത്താൽ മതിയാവും. വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ആവശ്യമില്ല. ഇത് ഇൻഡോറായിട്ടും വെക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഇൻഡോറായിട്ട് വെക്കുന്ന സമയത്ത് നല്ല വെട്ടവും വെയിലും ഒക്കെ വരുന്ന സ്ഥലത്ത് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല കൊഴിഞ്ഞു പോകാനും ചീഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയുമാണ്. അത് നമുക്ക് ഇൻഡോറായിട്ടും വളർത്താം. അപ്പം ഞാൻ നേരത്തെ നമ്മൾ പറിച്ച് മാറ്റി വെച്ച ആ ചെടീനെ ഇതിലോട്ട് തന്നെ വെക്കുവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ പോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ തന്നെ തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് വേറെയും കുറച്ചും കൂടെ കട്ടിങ്സ് വെച്ചിട്ട് എനിക്ക് ചെടികൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഇതിൻ്റെ ചെറിയ കട്ടിങ്സുകൾ നമുക്ക് വെള്ളത്തിലിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാം. ഒരു 10-15 ദിവസത്തിനകം തന്നെ അതിൽ വേര് പൊട്ടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം അങ്ങനെയും നമുക്ക് അരേലിയ പ്ലാന്റിൻ്റെ ചെടികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. ഇതിന് പ്രത്യേകിച്ച് റൂട്ടിംഗ് ഹോർമോണൊന്നും തേച്ച് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടിങ്സ് എടുത്തിട്ട് റൂട്ടിംഗ് ഹോർമോൺ, അതിന് പകരമായിട്ട് നമുക്ക് അലോവേര ജെല്ല് വേണമെങ്കിലും എടുക്കാം. അതുപയോഗിച്ച് വേണമെങ്കിലും നടാം. ഞാനിവിടെ വെറുതെ ഒരു റൂട്ടിംഗ് ഹോർമോണിൻ്റെ ഒരു സഹായവും ഇല്ലാതെ തന്നെയാണ്
ഈ ഒരു ചെടി പിടിപ്പിച്ചെടുത്തത്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. എന്താ ഇതേപോലെ ഞാൻ കാണിച്ചു തരാം. കുറച്ച് കമ്പുകൾ എടുക്കുക. ഇത് നമുക്ക് ഒരു ചട്ടിക്കകത്ത് തന്നെ ഒന്നിലേറെ കമ്പുകൾ കുത്തിയും നല്ല ബുഷിയായിട്ടും ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ കൊച്ചിലിനെ തന്നെ നമുക്ക് ഷേപ്പായിട്ട് റൗണ്ട് ഷേപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിടിച്ച് കഴിയുന്ന സമയത്ത് ഒന്ന് കട്ട് ചെയ്ത് ഒതുക്കിയൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും. ഒരു ചട്ടിക്കകത്ത് തന്നെ 6, 7, 8 കമ്പുകൾ നമുക്ക് വെച്ചത് കൊണ്ട് ഒരു ദോഷവും വരില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് തിങ്ങി നിറഞ്ഞ് വളർന്നോളും. തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു ചെടിയാണ് കേട്ടോ ഈ അരേലിയ. അതായത് പെട്ടെന്ന് നമുക്ക് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനും ഒത്തിരി കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലാത്ത ഒരു ചെടിയാണ്. ഇത് കണ്ടില്ലേ, ഞാൻ ഒത്തിരി മൂത്ത കമ്പുമല്ല എടുത്തത്, എന്നാൽ ഒത്തിരി ഇളതുമല്ല. അങ്ങനത്തെ ഒരു രീതിയിലുള്ള കമ്പുകൾ നോക്കി സെലക്ട് ചെയ്ത് നമ്മൾ എടുക്കുക. ഇത് തന്നെ ധാരാളം നമുക്കത് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനത് കുറച്ച് കമ്പുകളൊക്കെ നോക്കി എടുത്തിട്ടുണ്ട്. ഇത് മതിയോ? ഇനി നമ്മളിത് കട്ട് ചെയ്തെന്നും പറഞ്ഞിട്ട് ഈ ചെടി നല്ല ബുഷിയായിട്ട് തന്നെ വരും കേട്ടോ. കട്ട് ചെയ്ത് കൊടുക്കുന്തോറുമാണ് ഇത് നന്നായിട്ട് ബുഷിയായിട്ട് നമുക്ക് കിട്ടുക. അപ്പം ഞാൻ ഇതിന് എടുത്തിട്ട് ഒരു കവറിൻ്റെ അകത്ത് കുറച്ച് മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെറും മണ്ണാട്ടോ, ഇതിൽ ചാണകപ്പൊടിയോ ഒന്നുമില്ല, ഒരു ഇതുമില്ലാതെ നമ്മൾ സാധാരണ മണ്ണാണ് എടുത്തേക്കുന്നത്. അതിൽ 2-3 എണ്ണം ഞാനിങ്ങനെ കുത്തി നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ അടിയിൽ ഹോളിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കവറിൻ്റെ അടിയിൽ ഹോളിട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇതേപോലെ 2-3 തൈകൾ കമ്പുകൾ ഇതേപോലെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. 2 എണ്ണം വെച്ചേ. അതേപോലെ അടുത്ത കവറിലും അങ്ങനെ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കവറിൻ്റെ അകത്ത് തന്നെ 3-4 വെച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്ലാന്റും കിട്ടും. അതെല്ലാം നമുക്ക് ബുഷിയായിട്ട് ഒരു ചട്ടി തന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് വേര് പിടിച്ച ശേഷം ഒരു പോട്ടിലോട്ട് മാറ്റാം. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെടിയാണിത്. പരിചരണവും വളരെ കുറവാണ്. അതേപോലെ നമുക്ക് ഭംഗിയായിട്ട് നിർത്താനും കഴിയും. നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാനും കഴിവുള്ള ഒരു നല്ലൊരു പ്ലാന്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് ഈ അരേലിയ എന്ന് പറയുന്നത്. ഞാനത് നട്ട് കഴിഞ്ഞു കേട്ടോ. അരേലിയയുടെ തന്നെ പല വെറൈറ്റീസ് ഇപ്പം അവൈലബിൾ ആണ്. ഇതിൻ്റെ പേര് വെറിഗേറ്റഡ് അരേലിയ എന്നാണ്. ഇതിന് വേറെയും പേരുകളുണ്ട്, എനിക്കതറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിന് വളമായിട്ട് നമുക്ക് പച്ചച്ചാണകം കലക്കി മൂട്ടിലൊഴിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഉണക്കച്ചാണകം മൂട്ടിലിട്ട് കൊടുക്കുകയോ, അതോ അല്ല നമ്മുടെ കയ്യിൽ കമ്പോസ്റ്റാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. ഒരു കുഴപ്പമില്ല. മാസത്തിലൊരിക്കൽ കൊടുത്താൽ മതി, ഇത് നന്നായിട്ട് വന്നോളും. ഇനി വളങ്ങളൊന്നും ഇല്ലെങ്കിലും സാരമില്ല. പച്ചക്കറി കഴുകിയ വെള്ളം, അതേപോലെ ഉഴുന്ന് കഴുകിയ വെള്ളം, പരിപ്പ് കഴുകിയ വെള്ളം, അരി കഴുകിയ വെള്ളം, ഇതൊക്കെ ഇതിന് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എല്ലാ കൂട്ടുകാരും ഇതൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. നല്ലൊരു ചെടിയാണ്, തുടക്കക്കാർക്ക് വളരെ അനുയോജ്യമായ ഒരു ചെടിയാണ് അരേലിയ ചെടി. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Ta-da!